അവൻ നിങ്ങളുടെ മുഖത്ത് കൈ ചൂണ്ടിയത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ചോദിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്, എവിടെ ഞങ്ങളുടെ പെൻഷൻ, എവിടെയാണ് ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം, എവിടെയാണ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ സുരക്ഷിതത്വമുള്ളത്, എവിടെയാണ് ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കുന്നത്? ഈ ചോദ്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിൽ ആബാലവൃദ്ധം വരുന്ന സമൂഹം ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ, നിങ്ങൾ ഭാര്യയെ കൊണ്ടുപോയിക്കോ, സാരി ഉടുപ്പിക്കണ്ട, നിങ്ങൾ ജീൻസും ബനിയനും ഒക്കെ വാങ്ങിക്കോ, പക്ഷെ വാങ്ങുന്ന ഓരോ പാന്റും കേരളത്തിലെ എന്റെയും ഈ ഇരിക്കുന്ന അമ്മമാരുടെയും കേരളത്തിലെ ജനങ്ങളുടെ കുട്ടികൾക്ക് കഞ്ഞി കുടിക്കാനുള്ള പണം നിങ്ങൾ കട്ടെടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ഉല്ലാസ യാത്രകൾ നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിനുത്തരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരു പ്രതിപക്ഷമുണ്ട്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. വി ഡി സതീശന്റെ പണി എന്താണ് എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയില്ലേ. പിണറായി വിജയന്റെ മെഗാഫോണായിട്ടാണ് എം പിമാർ, കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ, കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് വാങ്ങി ജയിച്ചു പോയിട്ടുള്ള എം പിമാർ ഇവിടെ പിണറായി വിജയന്റെ മെഗാഫോൺ ആയിട്ടാണ് പാർലമെന്റിനകത്ത് പ്രവർത്തിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ആ ബിഷപ്പന്മാരെ വിരുന്നിന് വിളിക്കുകയും അവരെ സ്വീകരിക്കുകയും ക്രിസ്മസ് ആശംസ നേരുകയും ചെയ്തപ്പോ ശ്രീമാൻ നരേന്ദ്രമോദി വിളിച്ചാൽ ആരും ചെല്ലും, കാരണം നരേന്ദ്രമോദി സ്നേഹമാണ്. എന്നാൽ ഞാൻ പിണറായിയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളൊരു നവകേരള സദസ്സ് നടത്തിയല്ലോ. ശബരിമല സന്നിധാനത്തേക്ക് പോലീസുകാർക്ക് അവിടുത്തെ സുരക്ഷ നിയന്ത്രിക്കാൻ സാധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ 1.5 കോടിയോളം രൂപ ചിലവാക്കിക്കൊണ്ട് നിങ്ങളൊരു ബസ്സിൽ ഒരു നവകേരള സദസ്സുമായിട്ട് നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇറങ്ങി പുറപ്പെട്ടല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ബസ്സുമായിട്ട് നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ, നമ്മുടെ പ്രിയപ്പെട്ട മറിയക്കുട്ടി ചേർത്തി വന്നിരിക്കുകയാണ് ഈ വേദിയിലേക്ക്. പ്രിയപ്പെട്ട ബീനാകണ്ണനും ശ്രീ വൈക്കം വിജയലക്ഷ്മിയും ഉൾപ്പെടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആ കേരളത്തിലെ നവകേരള സദസ് എന്ന പേരില് ഒരു ബസ്സുമായിട്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ മകളുടെ കയ്യിൽ നിന്നോ മകന്റെ കയ്യിൽ നിന്നോ ഒരു പരാതി, നിങ്ങൾ അവരുടെ വിരലുകൾ സ്പർശിച്ചുകൊണ്ട് ഒരു പരാതി വാങ്ങാൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ശ്രീമാൻ നരേന്ദ്രമോദി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. അയോധ്യയിലെ യാത്ര, ആ യാത്രക്കിടയിലാണ് പ്രിയപ്പെട്ടവരെ 10 ലക്ഷം ഉജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തതിന് ശേഷം 10 കോടി, ആ 10 കോടി ഗ്യാസ് കണക്ഷന്റെ 10 കോടിയുടെ അവസാനത്തെ വ്യക്തിയുടെ വീട്ടിലേക്കാണ് ശ്രീമാൻ നരേന്ദ്രമോദി കടന്നു ചെന്നത്. ആ അമ്മയെ കണ്ടു, ആ അമ്മയുടെ കൈ പിടിച്ചു, ആ അമ്മ കൊടുത്ത ചായ കുടിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടില്ലേ. അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി. എന്നാൽ കേരളത്തിന്റെ പിണറായി വിജയനോ? നിങ്ങൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ കുടിലിലേക്ക് കയറി ചൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. സാധിച്ചാൽ വലിയ പ്രശ്നമാവും. കാരണം എന്താണെന്നറിയുമോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നരേന്ദ്രമോദിയെ കാണുമ്പോൾ തോന്നുന്നത് മുത്തച്ഛനാണ് എന്നാണ്, അല്ലെങ്കിൽ അച്ഛനാണ് എന്നാണ്. എന്നാൽ ശ്രീമാൻ പിണറായി വിജയനെ കാണുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവന്റെ നിയന്ത്രണം വിട്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇയാൾക്ക് കൊട്ടേഷൻ ഞാൻ കൊടുക്കും എന്ന് പറയുന്ന നാടായിട്ട് ഈ കേരളത്തെ മാറ്റിയില്ലേ മിസ്റ്റർ പിണറായി? നിങ്ങൾ കുട്ടികളുടെ അച്ഛനാകണ്ടേ? നിങ്ങൾ കുട്ടികളുടെ മുത്തച്ഛനാകണ്ടേ? നിങ്ങൾ ഇവിടുത്തെ സ്ത്രീകൾക്ക് കരുതലാകണ്ടേ, തണലാകണ്ടേ? അതിനല്ലേ ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ കയറിയതിനു ശേഷം നിങ്ങൾ മാർക്സിസ്റ്റുകാരുടെ മാത്രം മുഖ്യമന്ത്രിയായി? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, യൂത്ത് കോൺഗ്രസ്സുകാർ നവകേരള ബസിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി, അവര് കരിങ്കൊടി കാണിച്ചു. യുവമോർച്ചയുടെ പ്രവർത്തകരും സമരം പ്രഖ്യാപിച്ചു. യുവമോർച്ചയുടെ പ്രവർത്തകരും നവകേരള ബസിന്റെ മുന്നിലേക്ക് പോയി. എന്റെ പ്രസംഗം കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ, കുട്ടികളെ, നിങ്ങൾ വെറുതെ തലതല്ലി പൊളിക്കാൻ കേരളത്തിലെ
പിണറായി വിജയന്റെ ഗൺമാൻ ഉൾപ്പെടെയുള്ള ഗുണ്ടകൾ തയ്യാറായി എന്നുള്ളത് നിങ്ങളുടെ അനുഭവമാണ്. കാരണം എന്താണെന്ന് അറിയുമോ? നിങ്ങളുടെ VD സതീശനും സുധാകരനും നിങ്ങളെ രക്ഷിക്കാനുള്ള തന്റെ ഇടമില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഞങ്ങൾ യുവമോർച്ചയുടെ പ്രവർത്തകന്മാർ നവകേരള ബസിന്റെ മുന്നിലേക്ക് പോയപ്പോ എന്തായിരുന്നു കേരളം കണ്ടത് എന്ന് എന്റെ അമ്മമാർക്കറിയാമല്ലോ. ഒരു ഗൺമാനും വന്നില്ലല്ലോ നെഞ്ചു വിരിച്ചുകൊണ്ട് യുവമോർച്ചക്കാരനെ തള്ളാൻ. ഒരു ഗൺമാനും വന്നില്ല, ഒരു ഗുണ്ടകളും വന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കേരളത്തിന്റെ അവസ്ഥ? ഈ കേരളം എന്ന് പറയുന്നത് ഇന്ന് DYFI-കാരൻ ചാലക്കുടിയില് പോലീസ് ജീപ്പ് അടിച്ചു പൊളിക്കുന്നു. എല്ലാ പോലീസുകാരെയും ഞങ്ങൾ കുറ്റം പറയുന്നില്ല. നല്ലവരായ പോലീസുകാരുണ്ട്, അതിശക്തന്മാരായ പോലീസുകാരുണ്ട്. പക്ഷേ അതിശക്തന്മാരായ പോലീസുകാർ, നല്ലവരായ പോലീസുകാർ, ആ പോലീസുകാരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചങ്ങലക്കകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞു പോയിട്ടുള്ളത്. ഞങ്ങളുണ്ട്, ഈ വേദിയിൽ മറിയ കുട്ടിച്ചേടത്തിയുണ്ട്. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ മറിയ കുട്ടിച്ചേടത്തിയെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ, അവർക്ക് കൈകൊടുക്കാൻ, അവരെ സംരക്ഷിക്കാൻ സഖാക്കന്മാരോട് ഞാൻ പറയുന്നു, ഒരു ശോഭാ സുരേന്ദ്രൻ മതി. ഈ ഇരിക്കുന്ന മുഴുവൻ നേതാക്കന്മാർ പോലും ഞങ്ങൾക്ക് എനിക്ക് വേണ്ട എന്റെ പ്രസ്ഥാനം തന്ന കരുത്തുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സഖാവും മറിയ കുട്ടിച്ചേടത്തിയുടെ വീടിന്റെ മുന്നിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾ മഹിളകൾ, ഞങ്ങൾ സ്ത്രീകൾ, ഞങ്ങൾ അമ്മമാർ ഈ കേരളത്തിൽ കുങ്കുമഹരിത പതാക ഉണ്ടെങ്കിൽ ഇരുത്തേണ്ടവരെയൊക്കെ ഇരുത്തേണ്ട സ്ഥലത്തിരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള പ്രഖ്യാപനത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പാർട്ടിയുടെ പണിയുമായിട്ട് കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര